എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പി എടുത്തിരിക്കുന്നത് ബർഫി. ഞാൻ വിചാരിച്ചിരുന്ന ഇതൊക്കെ വലിയ പാടാന്നാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ സിമ്പിളാണ്. വളരെ കുറച്ച് സമയം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഒരു മൂന്നേ ഇൻഗ്രീഡിയൻസ് മതി. അതായത് മൈദ, നെയ്യ്, പഞ്ചസാര, ഇത്രയും മാത്രം മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് പിസ്തയോ പിന്നെ ബദാമോ ഒക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. അതൊക്കെ വേണമെങ്കിൽ മാത്രം. പിന്നെ വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി അതും ചേർക്കാം. അതൊക്കെ നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി ബർഫി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഞാനിത് സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തിരക്കാം. പിന്നെ അത് 1 മണിക്കൂർ വെക്കേണ്ടതിന് ഞാനൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പം ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടിയെന്ന് വരില്ല. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണത്. പക്ഷെ അത്രയ്ക്കൊരു ക്ഷമയില്ല അതുകൊണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബർഫിയാണ്. നമ്മൾ ഈ ദീപാവലി സമയത്തൊക്കെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. അതിലൊരു പ്രധാന വിഭവമാണ് ഇത്. പിന്നെ പല കളറിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കളറ് ചേർത്തിട്ട് പച്ച കളറോ ഓറഞ്ച് കളറോ റെഡ് കളറോ എങ്ങനെ വേണമെങ്കിൽ. പക്ഷെ കളറൊന്നും നമ്മൾ ചേർക്കുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന്. ഞാൻ മാക്സിമം ഒറ്റ കളറും ചേർക്കാതെ ഞാൻ എന്തും ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ഹെൽത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ബർഫിയുടെ ഞാനൊരു ചെറിയ പീസ് എടുത്തുകൊണ്ട് വന്നു, കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് നല്ല സോഫ്റ്റാണ്. ഞാനിതിലുണ്ടല്ലോ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു അല്പം മിൽക്ക് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ, അമൂലിൻ്റെ മിൽക്ക് പൗഡറില്ലേ, അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് നെയ്യെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പം നല്ലതുപോലെ ഒന്ന് ഉരുക്കിയ നെയ്യാണ്, കട്ടയായിട്ടുള്ളതല്ല. മൈദ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി പഞ്ചസാര 1/4 കപ്പ്. ഇനി നമ്മൾ ഈ എടുത്തു വച്ചിരുന്ന നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു. നെയ്യ് നല്ലപോലെ ചൂടായി വന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കണം. മൈദ ഇട്ടിട്ട് തുടരെ ഇളക്കി കൊടുക്കണം. ആ നെയ്യ് എല്ലാ വശത്തും എത്തണം. പിന്നെ കരിഞ്ഞു പിടിക്കാതെ പെട്ടെന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി. ഒന്ന് നല്ലതുപോലെ ചൂടായി ആ മൈദ ഈ നെയ്യിൽ കിടന്നൊന്ന് റോസ്റ്റായി കിട്ടണം. മൈദ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതായത് മൈദയുടെ ആ ഒരു ചൊവ ഒന്ന് മാറാനായിട്ടാണ് ഞാൻ ഈ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വീണ്ടും ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ മൈദ, മിൽക്ക് പൗഡർ, നെയ്യ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ നെയ്യ് ഇതിലേക്കൊക്കെ പിടിക്കണം. ഇനി പാനിൽ നിന്ന് ഈ മൈദയുടെ കൂട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണല്ലോ എടുത്തു വച്ചിരുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ.
ഈ സമയം കൊണ്ട് നമുക്ക് ഇത് സെറ്റാക്കാനായിട്ടൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യ് തടവി വയ്ക്കുകയാണ്. ഇവിടെ പഞ്ചസാര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വരണം, ഒരു നെൽ പാകം, അതാണ് ഇതിൻ്റെ കറക്റ്റ് വേണ്ടത്. അപ്പോൾ അത് ഏതാണ്ട് അതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഈ ആ തവിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് കയ്യിൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ അത് കറക്റ്റാണ്, അത്രയും മതിയാവും. കൈ കൊള്ളാതെ നോക്കണം കേട്ടോ. ഏതാണ്ടായിട്ടുണ്ട്, ഒരു 1 സ്ട്രിങ് ആയിട്ട് ഇത് കണ്ടോ, ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഇത് മൈദയുടെ കൂട്ട് നെയ്യിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക, കൈവിടാതെ ഇളക്കണം. കട്ടയൊന്നുമില്ലാതെ ആയിട്ട് നല്ലപോലെ എല്ലാ വശത്തും ഈ പഞ്ചസാര മധുരം പിടിച്ച് കിട്ടണം. ഇതിപ്പോൾ ഞാനിട്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്, അതായത് പഞ്ചസാര തന്നെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു 3 ഏലക്കയൊക്കെ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ആവശ്യമില്ല. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ, അതനുസരിച്ചുള്ള ഇത് ചേർത്താൽ മതി. കണ്ടോ, നല്ലതുപോലെ ആ പാത്രത്തിൽ നിന്ന് വിടുന്ന പരുവമായി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, മോൾ വശമൊക്കെ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല, ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് ആയിപ്പോകും. ഇനിയും നമുക്ക് ഒരല്പസമയം കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. മൈദ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയ ബർഫി കണ്ടില്ലേ, മൈദ ബർഫിയാണ്. ഇത് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ എപ്പോഴും പറയണതാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം. പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് ബെല്ലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കാണാം.